ആയുർവേദത്തിന്റെ ചരിത്രം നോക്കിയാൽ ശാസ്ത്രീയ ഗ്രന്ഥ ചികിത്സകൾക്കൊപ്പം തന്നെ പ്രാദേശികമായി പല പരമ്പരാഗത ചികിത്സാ രീതികളും രൂപപ്പെട്ടിരുന്നു. അത്തരത്തിലുള്ള ഒരു ചികിത്സാ രീതിയാണ് കോൽത്താരി അഥവാ വടിയൂഴ്ചൽ. നമസ്കാരം, ഞാൻ ഡോക്ടർ നമീസ്, മഹാവേദ ആയുർവേദ ഹോസ്പിറ്റൽ. ഇന്ന് കേരളത്തിൽ വടിയൂഴ്ചൽ അഭ്യസിക്കുന്ന ഏക വ്യക്തിയും മഹാവേദ ആശ്രമത്തിന്റെ സ്ഥാപകനുമായ ശ്രീ ഷാനി വൈദ്യൻ നമുക്കൊപ്പമുണ്ട്. നമസ്കാരം. നമസ്കാരം. സ്വാമി, പറഞ്ഞോളൂ, എന്താണ് കോൽത്താരി വടിയൂഴ്ചൽ? പണ്ട് കാലം തൊട്ടിട്ടേയുള്ള അറിവുകൾ ഇവിടെ പരമ്പരമായിട്ടുള്ള അറിവുകൾ കാലഘട്ടങ്ങളായിട്ട് ഇവിടെ ഉള്ളതാണ്. എത്രയോ പരമ്പര അറിവിനെ പഠിക്കാൻ പോകാത്തത് നമ്മുടെ തലമുറ. ചൈന, പല രാജ്യങ്ങളും പല പരമ്പരമായിട്ടുള്ള അറിവുകൾ അവരിപ്പോഴും നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു അറിവിനെയും ബ്ലോക്കാക്കുന്ന ഒരു സംവിധാനം എവിടെ ഇല്ല. വെറുതെ പറയാണ് മറ്റുള്ളവർ അങ്ങനെ ചെയ്യും, ഒന്നുമില്ല. അറിവ് തേടി നിങ്ങൾ സ്റ്റഡി ചെയ്ത് കറക്റ്റാക്കി നിങ്ങൾക്ക് രോഗികളെ ചികിത്സിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ നിങ്ങളോടൊക്കെ പറയാനുള്ളത്, ഈ പറഞ്ഞ പോലെ തന്നെ അടുത്ത സെക്കൻഡ് നമ്മൾ ജീവിച്ചിരിക്കുന്ന അറിയാത്തതുകൊണ്ട് തന്നെ കിട്ടിയ സമയം കൊണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ മുന്നോട്ട് പോകാൻ പറ്റും, എത്രത്തോളം അറിവ് ശേഖരിക്കാൻ പറ്റും, അപ്പൊ നിങ്ങൾ ചെയ്തിരിക്കണം. അപ്പൊ ഒരു അറിവ് കിട്ടിയാലും മതി, അറിവ് ഒരിക്കലും നിലയ്ക്കുന്നില്ല എന്നുള്ളത് കൂടെ. എത്ര പഠിച്ചാലും പിന്നെയും ബാക്കിയാണ്. ഈ കോൽത്താരി വീഴ്ചൽ എന്ന് പറഞ്ഞാൽ 14 ശിവനാടിക്കുള്ള മർമ്മത്തിലുള്ള തട്ടുവീഴ്ചലാണ്. 9 വായുവിന്റെ കെട്ട് അയക്കുക, കെട്ട് മുക്കുക, ഇതാണ് നമ്മൾ ചെയ്തു പോകുന്നത്. ഇതുകൊണ്ടുള്ള ഗുണം ശരീരത്തിലുള്ള എല്ലാ ഭാഗങ്ങളുടെയും അവസ്ഥകൾ മാറിക്കിട്ടും. ജോയിന്റ് ഒക്കെ ഫ്രീ ആവും. പിന്നെ പരിക്കുകൾ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കിക്കും. വളരെ കനം കുറച്ചാണ് നമ്മൾ വീഴുന്നത്. കളരിയിലൊക്കെ 2 കനം 4 കനൊക്കെ കൂട്ടും. നമ്മൾ ആകെ ഒരു കനത്തിൽ വെറുതെ മേൽ കൂടെ നാടികൾ കൂടെ മാത്രമാണ് വടികൊണ്ട് വീഴ്ച. അമർച്ച കുടുങ്ങില്ല. ഇതിന്റെ ഏറ്റവും വലിയ ഗുണമായി മാറുന്ന ഒരു കാരണം അതാണ്. പിന്നെ L3 L4 ഒക്കെ ഓപ്പറേഷൻ ഇല്ലാതെ തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. കെട്ടി കൊടുക്കാം, ജോയിന്റ് കറക്റ്റാക്കാം. അതിന് ഈ പറഞ്ഞതുപോലെ തന്നെ പുറത്ത് പരിക്കുകളോ വേറെ നാടികളിൽ എവിടെയെങ്കിലും കുഴപ്പങ്ങളോ ഉണ്ടാകും. അത് ക്ലിയർ ആക്കായിട്ടാണ് നട്ടല് കൊടുക്കാൻ കഴിയുന്നത്. നമ്മൾ ആദ്യം ചെയ്യുന്ന നട്ടലല്ല ചെയ്യുന്നത്, പുറത്തുള്ള ഭാഗങ്ങളാണ് പരിക്കുകൾ ഉണ്ടാക്കുന്നത്. അത് തീർത്തെടുത്തിട്ടാണ് ആ ബാക്കി ഭാഗം കെട്ടി കൊടുക്കുന്നത്. അത് നമ്മൾ എത്ര കാലമായിട്ട് ചെയ്തു വരുന്നുണ്ട്. വയനാട്ടിൽ 8 വർഷമായി ഞാൻ വയനാട്ടിലുണ്ട്. പിന്നെ പരമ്പര ചികിത്സ ഇപ്പോൾ ഡോക്ടർമാരുടെയൊക്കെ മേൽനോട്ടത്തിൽ അവരുടെ അറിവും കൂടെ കിട്ടാൻ വേണ്ടി ഞാൻ അവരെ തേടിയാണ് ചെയ്തത്. അപ്പോ അവരെ അറിവ് ഒരിക്കലും മോശമല്ല. ആ അറിവിന് കൂടെ എന്റെ അറിവും പറ്റുമെന്നേ ഞാൻ ചോദിച്ചിട്ടുണ്ട്. ആ അറിവ് നിങ്ങൾ തേടണം എന്നുള്ള ഒരു അഭ്യർത്ഥന മാത്രമേ എനിക്ക് എല്ലാവരോടും ഉള്ളൂ. കാരണം തലമുറക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. നാളെ നിങ്ങളുടെ കുടുംബങ്ങൾക്ക് തന്നെ ഒരു കഷ്ടം വരുമ്പോൾ അറിവ് ഇവിടെ ഇല്ലാതായി പോകും. കഴിഞ്ഞ പ്രാവശ്യം ലക്ഷ്മിയമ്മ എന്ന് പറഞ്ഞാൽ ഒരു 6-7 കൊല്ലം മുന്നേ വൈദ്യഭൂഷണം വാങ്ങി പറയുമ്പോ ആദിവാസി സ്ത്രീ അവരുടെ അറിവിനെ അംഗീകരിക്കുക ചെയ്തത്. അപ്പൊ അറിവിനെ നമ്മൾ ഇവിടെ എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. ആർക്കും അറിവിനോട് ഒരു എതിർപ്പുമില്ല. പക്ഷെ അത് നിങ്ങൾ കൃത്യമാക്കിയിട്ട് കൊണ്ടുപോകണം. വ്യാജം കൊള്ളിക്കാതെ, അറിയാത്തത് ചെയ്യാതെ, അറിയുന്ന ബോധ്യപ്പെടുത്തി അത് സ്റ്റഡി ചെയ്തിട്ട് നിങ്ങൾ മുന്നോട്ട് പോകും. അതെ, ഇങ്ങനെ മർമ്മ ചികിത്സ കോൽത്താരിന്നൊക്കെ കേൾക്കുമ്പോ ആക്ഷേപിക്കുക, അത് അംഗീകരിക്കാതിരിക്കുക, ഇതിനെ അന്ധമായി പിന്തുടരാനോ അല്ലെങ്കിൽ ഇത് തള്ളിക്കളയാനോ അല്ല വേണ്ടത്. ഇതിനെപ്പറ്റി മനസ്സിലാക്കി ഇത് ഇപ്പത്തെ നമ്മുടെ ശാസ്ത്രീയമായ അറിവ് കൊണ്ട് എങ്ങനെ ഇതിനെ പ്രയോജനപ്പെടുത്താം, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അത് നിങ്ങളുടെ ശാസ്ത്രീയമായിട്ടുള്ള അറിവിലേക്ക് ഇതിനെ ആഡ് ചെയ്യാണ്. ഇതിനെ മാറ്റി വെക്കല്ല വേണ്ടത്. അപ്പൊ ഞാൻ ഈ കോൽത്താരി ചെയ്യുന്നത് ഒന്നും പറ്റില്ല എന്ന് പറഞ്ഞതിന് മുന്നേ പിന്നെ അവിടെ ഇലക്ഷനിൽ നിന്നപ്പോൾ കുറച്ചുമില്ല, ഇലക്ഷനിൽ നിന്ന ഒരാളുണ്ട്. അയാളുടെ നട്ടല് എനിക്ക് മുന്നേ കഴിയുന്നത്. അയാൾ ഓപ്പറേഷൻ വെച്ചത് ഞാനിപ്പോ അയാളുടെ അവിടെ ഇലക്ഷനിൽ നിന്നു സ്വന്തമായിട്ട് അവിടെ നിന്ന്. അങ്ങനെ എത്രയോ കേസുകൾ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ചിന്തിക്കാം ഇത് എന്താണ്. അപ്പൊ ഇത് നിങ്ങൾക്ക് തേടിയേ പറ്റുമല്ലോ. ഒരു വ്യക്തിക്കോ ഒന്നോ അല്ല, എത്രയോ കാലമായി ചെയ്തു പോയിരുന്ന അറിവുകൾ അവിടെ ഉണ്ടാകുമ്പോൾ അത് നിങ്ങൾ ഫോളോ ചെയ്യണം നിർബന്ധമായിട്ട്. ഇവിടെ നിങ്ങൾ ചെയ്ത ആൾക്കാരുടെ റിസൾട്ട് ആദ്യം നോക്കാം, മെഡിക്കൽ സ്റ്റഡി നോക്കാം. ഇയാൾ ഇതിലൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് അറിയണമെന്നും പഠിക്കണമെന്നും നിങ്ങൾ നിർബന്ധമായിട്ട് സ്വീകരിക്കണം. ചികിത്സ തേടി വരുന്ന നമ്മുടെ ആശ്രമത്തിലേക്ക് വരുന്ന ആൾക്കാർക്ക് എങ്ങനെയാണ് അതിന്റെ ചികിത്സാ കാലാവധി എങ്ങനെയാണ്? ഇല്ല, അത് പതുക്കെ പോയി നട്ടലിനെ സംബന്ധിച്ച് L3 L4 ഒക്കെ ആണെങ്കിൽ നമുക്കൊരു 2 ആഴ്ച മാക്സിമം ഉഴിഞ്ഞു കെട്ടാനും അയച്ചെടുക്കാം. അതിന്റെ ഒരു കണ്ടീഷൻ നോക്കിയിട്ട് 14 ദിവസമാണ്. 14 ദിവസം നല്ലൊരിക്കും ഇത്രേ വരുന്നുള്ളൂ. 4 ഒരു 9 ദിവസം ഇങ്ങനെ ചെറിയ ചെറിയ ആഴ്ചകൾ 2 ആഴ്ച അതെ അവസ്ഥക്കനുസരിച്ച് 2 ആഴ്ചക്ക് താഴത്തേക്ക് മേലേക്ക് പോവാം. ഇതാണ് ആകാനുള്ള ചികിത്സ. പരിക്കായാലും 2 ആഴ്ചത്തേക്കുള്ള ചികിത്സ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ പിന്നെ എന്താണെന്ന് വെച്ചാൽ ചില ആൾക്കാർക്ക് അപൂർവമായിട്ട് ചില ആൾക്കാർക്ക് പിന്നെ ഒന്നും കൂടെ വന്നിട്ട് ഒന്ന് ചെയ്യേണ്ടി വരും. ഒറ്റയടിക്ക് തീർക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. അപ്പൊ അത് ശരീരം അതിന് പിന്നെ സ്വീകരിക്കാൻ തുടങ്ങുമ്പോൾ ആ അവസ്ഥക്ക് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വന്നേക്കാം. അത് ഞാൻ ഇവിടെ വന്നാൽ ചെയ്തു കൊടുക്കാം. അതിന് ഞാൻ ഇപ്പൊ ആദ്യമാകുന്ന ബില്ല് പരമാവധി കുറച്ചാ വാങ്ങാം. ഞാൻ പറഞ്ഞല്ലോ, നാളെ ജീവിച്ചിരിക്കാത്തതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന കാര്യം എന്റെ മനോഭാവം. അതൊരു മനോഭാവമാണ്. അതുകൊണ്ട് തന്നെ പരമാവധി ചികിത്സ കുറയ്ക്കുക, ഡേറ്റ് കുറയ്ക്കുക,
രോഗികളുടെ അവസ്ഥ കുറയ്ക്കുക. ഇതാണ് ഞാൻ മഹാവേദ ആശ്രമം എന്ന ആശയത്തിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെട്ടത്? ബിസിനസ് ആയി മാറുമ്പോൾ അത് സ്ഥാപനമാണ്. അതെ, ആശ്രമം എന്ന് പറഞ്ഞാൽ ആശ്രയിക്കുന്നവർക്കുള്ള സ്ഥാപനമാണ്. ഒരു ആശ്രമമാണ്. ആശ്രമം എന്ന് പറയുമ്പോൾ തന്നെ ആശ്രയിച്ച് വരുന്നവർക്ക് സഹായമാണ്. ഞാനിവിടെ പണം വാങ്ങാൻ എനിക്ക് മുന്നോട്ട് പറയും, പക്ഷെ തീരെ നിവൃത്തിയില്ലാത്തവർക്ക് ഞാൻ 100% ഒരു പൈസയും വാങ്ങാൻ ചികിത്സിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ചെയ്യുന്നതിന്റെ കാരണം അടുത്ത സെക്കൻഡ് ജീവിച്ചിരിക്കുന്നത് എനിക്കറിയില്ല. എന്റെ മുന്നിൽ വന്നിട്ട് ഒരു രോഗിയും അവിടെ പൈസ ഇല്ല, ചികിത്സ ഇല്ല. അത് മഹാവേദ ആശ്രമത്തിലും ഇല്ല. പണമില്ല, ചികിത്സ ഇല്ല എന്നുള്ള രീതി അവിടെ ഇല്ല. പണമില്ലെങ്കിൽ ചികിത്സ ഇല്ല. അത് അന്വേഷിക്കും. നിവൃത്തിയില്ല എന്ന് ഉറപ്പാവില്ല. നിവൃത്തിയില്ല എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ ചെയ്തു. നമ്മൾ അന്വേഷിച്ചെന്ന് വരെ പോകാറുണ്ട്. ഒരാൾ വന്ന് പറഞ്ഞ അഭയം പ്രാപിച്ചാൽ നമ്മൾ ഒരിക്കലും ഒരാൾക്കും ഭാവി അടക്കില്ല, തുറന്നിട്ടില്ല. ആർക്കും